അഞ്ജലിയുടെയും രഞ്ജിത്തിൻ്റെയും എൻഗേജ്മെൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലേ? ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ കാണുമ്പോൾ തന്നെ ഇത് ഏത് മനയാണെന്ന് ഗസ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എനിക്കിത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യാനും ഈ ഒരു മന കാണാനും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ എന്താ പറയുക, മനയുടെ ഉള്ളിലായാലും പുറത്തായാലും നമുക്ക് 100% യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഏതൊരു ഇവൻറ്റ് നമ്മൾ ബുക്ക് ചെയ്താൽ പോലും അതൊരു ഭയങ്കര അടിപൊളി കാര്യമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഭംഗിയായിട്ട് ഹൈലി മെയിൻറ്റെയിൻഡ് ആയിട്ട് അവർ മനയും പരിസരമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഞ്ജലിയാണ് നമുക്ക് വിളിച്ച് ബുക്കിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മെമ്പറെ പോലെയാണ് അഞ്ജലി നമ്മളടുത്ത് ബിഹേവ് ചെയ്തത്, നമ്മളടുത്ത് സംസാരിച്ചത്. അത്രയും കൂളായിട്ടാണ് ആൾ നമ്മളടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരാളുടെ പരിപാടിക്ക് അറ്റൻഡ് ചെയ്തൊരു ഫീലേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തൊരു ഫംഗ്ഷൻ കൂടെയാണ്. ഇവിടുത്തെ മനയുടെ സറൗണ്ടിങ്സിൽ ഡെക്കോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ആംബിയൻസും ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അഞ്ജലിക്ക് ഒരുപാട് നല്ല അടിപൊളി കസിൻസും അതിലും അടിപൊളി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരിപാടി അടിപൊളിയായിരുന്നു. നല്ല പരിപാടിയായിട്ട് തോന്നി. അപ്പോൾ എങ്ങനെയാ? ബൈ ഫ്രം ജിനിയ ടോണി.